ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മളെല്ലാവരും കൂടെ പുറത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ രണ്ടുപേരുണ്ട്. നമ്മളായിട്ട് ഇപ്പം അടുത്ത് പരിചയപ്പെട്ട രണ്ടുപേരാട്ടോ. പക്ഷെ നല്ല സ്നേഹമുള്ള, നമ്മളുമായിട്ട് പെട്ടെന്ന് തന്നെ കണക്റ്റ് ആയ രണ്ടുപേരാണ്. അപ്പോൾ അവർ നമ്മളിടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്. അപ്പം ഒരുമിച്ചൊന്ന് പുറത്ത് പോകാന്നുള്ള രീതിയിൽ അങ്ങനെ ഇറങ്ങിയത് എല്ലാവരും കൂടെ. ആമിയും പാപ്പും ഒക്കെ ആയിട്ട് അവർ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. മമ്മി നന്നായിട്ട് വരയ്ക്കും, അതുകൊണ്ട് തന്നെ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആമി എപ്പോഴും വരയ്ക്കുന്ന ഡ്രോയിങ്സൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പപ്പയും നല്ല കമ്പനിയാണ് കേട്ടോ, നന്നായിട്ട് സംസാരിക്കും, എല്ലാവരുമായിട്ടും നല്ല ജോളിയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോയത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു ചെറിയ ലേക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, നെല്ലാറച്ചാൽ എന്ന് പറയും. നമ്മളവിടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ നല്ല പീസ്ഫുള്ളായിട്ടുള്ള, നല്ല കാറ്റൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ്. ഇരിക്കാനൊക്കെ പറ്റി, നമുക്ക് കുറച്ച് നേരം വൈകിട്ടൊക്കെ പോയിട്ട് ഇരുന്ന് സംസാരിച്ച് അതിനൊക്കെ പറ്റിയ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയ നല്ല പ്ലേസാണ്. അപ്പം നമ്മൾ പോയപ്പോഴും ഒരുപാട് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം, നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് ഫാമിലി ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഫാമിലി ഉണ്ട്, ഒരുപാട് ഏരിയ ഉണ്ട്. അത് അങ്ങനെ ഒരു ടൂറിസം പോലെയൊന്നുമല്ല, അല്ലാതെ നമുക്ക് ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും എപ്പോഴും പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ പാപ്പുമൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇനി നമുക്കൊരു കാപ്പിയൊക്കെ കുടിക്കണം. അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് അതായിരുന്നു കേട്ടോ. ഇനി എവിടെ പോവാ? അങ്ങോട്ട് പോവാ. അപ്പോൾ ലേക്കിൽ നിന്ന് നേരെ നമ്മൾ വന്നത് റെസ്റ്റോറൻറ്റിലേക്കാട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് എല്ലാവരും കുറച്ച് നേരം കൂടി ഇരുന്നത് സംസാരിച്ച് അങ്ങനെയൊക്കെ പോകാനായിരുന്നു പ്ലാന്. അതിൻ്റെ ഇടയിൽ പാപ്പ നല്ല ഉറങ്ങിപ്പോയി. അതായിരുന്നു മമ്മി പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് നേരം അവളുടെ കൂടെ സംസാരിക്കാൻ പറ്റിയില്ല, അവൾ വിചാരിച്ച് വന്നിട്ട് അവൾ ഉറങ്ങിപ്പോയി എന്ന് പറയായിരുന്നു കേട്ടോ. പക്ഷെ അവൾ എണീറ്റില്ല. ഞങ്ങൾ വിചാരിച്ചു റെസ്റ്റോറൻറ്റിൽ എത്തുന്നെങ്കിൽ അവൾ എണീക്കായിരിക്കുന്നു. പക്ഷെ ആൾ നല്ല ഉറക്കമായിരുന്നു. ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് വന്നുകൊണ്ടായിരിക്കും നന്നായിട്ട് ഉറങ്ങിപ്പോയി. പിന്നെ നമ്മളവിടെ നിന്ന് വീണ്ടും കുറച്ച് നേരം സംസാരിച്ചു, ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളൊരു പഴംപൊരിയും അതേപോലെ അടയും അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. നല്ലതായിരുന്നു, എല്ലാവരും നന്നായിട്ട് കഴിച്ചു, ഇഷ്ടപ്പെട്ടു. പിന്നെ അവരും നല്ല ഹാപ്പി ആയിരുന്നു, ഞങ്ങളും നല്ല ഹാപ്പി ആയിരുന്നു. കാരണം എന്താ പറയുക, നമുക്കങ്ങനെ പെട്ടെന്നുള്ളൊരു പരിചയപ്പെടലൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ നല്ലൊരു കണക്ഷൻ ഉള്ള പോലെ സംസാരിക്കാനും ഒന്നും ബുദ്ധിമുട്ടില്ല. എല്ലാവരും നന്നായിട്ട് കുറേ നേരം സംസാരിച്ചു. പിന്നെ ആമീൻ്റെ ഡ്രോയിങ്ങിനെ കുറിച്ചൊക്കെ ഇടയ്ക്കാരൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു ഈവനിങ് ആയിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അടിപൊളി ഡേ ആയിരുന്നു.